ഈ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ കണ്ടതാണ്. പത്രമാധ്യമ പ്രവർത്തകരായ നിങ്ങളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അക്രമമാണ് ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ ജനാധിപത്യ രീതിയിൽ ഇത് ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ സ്ഥിരമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്ഥിരമായ ശത്രുവോ സ്ഥിരമായ മിത്രമോ അല്ല. രാഷ്ട്രീയ പ്രഹേളികയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. രാഷ്ട്രീയത്തിൻ്റെ കാഴ്ചപ്പാട് മാറുമ്പോൾ ആളുകൾ മാറും. അത്രേ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ. പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി തൃണമൂൽ കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം സെക്രട്ടറിയാണ്, വൈസ് പ്രസിഡൻ്റായി ഇപ്പോൾ UDF അനുകൂലമായി വോട്ട് ചെയ്തിട്ടുള്ള നുസൈബ. ആ വോട്ട് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. ആ അവകാശമാണ്. പക്ഷേ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കണ്ട സഹോദരിമാരുടെ മേലിലും ഈ പറയുന്ന മെമ്പർമാരുടെ മേലിലും ഈ തളിച്ചിട്ടുള്ള ചാണകം, ഈ ചാണകം കൊണ്ട് ആരാ കളിച്ചിരുന്നത് വരെ? ഇന്ത്യൻ രാഷ്ട്രീയം കീഴടക്കിയ BJP ചാണകവും മൂത്രവും, പശുവിൻ ചാണകവും പശുവിൻ മൂത്രവും വെച്ചിട്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയം കീഴടക്കിയത്. അതേ RSSൻ്റെയും BJPയുടെയും ഒപ്പത്തിനൊപ്പം നടക്കുകയാണ് ഈ പറയുന്ന പിണറായിയും CPM-ഉം. അതിൻ്റെ കൂടി തെളിവാണ്. കാരണം ചാണകത്തെക്കുറിച്ച് നമ്മളാരും ഓർക്കാറില്ല. അപ്പോൾ ചാണകം സഞ്ചിയിലാക്കി നടക്കുന്ന എന്താ പറയുക RSSൻ്റെ നിലവാരത്തിലേക്ക്, അല്ലെങ്കിൽ ആ RSSൻ്റെ മാനസികാവസ്ഥയോടൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയമായിട്ട് ഈ എന്താ പറയുക നമ്മൾ കാണേണ്ട ഒരു അക്രമ രീതി കൂടിയാണിത്. MLA-ക്ക് മർദ്ദനം നേരിട്ടിട്ടില്ല. സംഭവം എന്താ വെച്ചാൽ ഈ നുസൈബ സുധീറിൻ്റെ ഭർത്താവ്, ഞാൻ പറഞ്ഞ തൃണമൂലിൻ്റെ ഭാരവാഹി സുധീറും ഞാനും ഈ പറയുന്ന തൃണമൂലിൻ്റെ 2 ഭാരവാഹികളും ആ ഹോട്ടലിൽ ഹോട്ടലിൽ പറയാം ചായപ്പടിയിൽ ചായ പിടിച്ചിരിക്കുകയാണ്. അതിനിടയിൽ ഒരു സഖാവിടെ കയറി വന്നു, സുധീറിനെ കണ്ട് നിന്നെ കാണിച്ചിടാ എന്ന് പറഞ്ഞു പോയി. പിന്നെ ഇവരെല്ലാം കൂടെ കൂട്ടമായിട്ട് സുധീറിൻ്റെ നേരത്തേക്കാണ് വന്നത്. അപ്പോഴേക്കും UDF-ൻ്റെ പ്രവർത്തകരും തൃണമൂലിൻ്റെ പ്രവർത്തകരും കൂടി അവിടെ തടയുകയാണ് ഉണ്ടായത്. അല്ല, ഈ ഭരണമാറ്റം മാത്രമല്ല, ഇതിപ്പോൾ ഒരു എന്താ പറയുക ഒരു പഞ്ചായത്ത് ബോർഡിൻ്റെ മാറ്റമാണ്. നിങ്ങളിതിൽ കാണേണ്ട തെരഞ്ഞെടുപ്പ് കേരളയിൽ ഇന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പാണ്. 62 വോട്ടിനായിരുന്നു അവിടെ UDF-ൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചിരുന്നത്. എത്ര വോട്ടിനാണ്? 397 വോട്ടിനാണ് UDF-ൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നത്. LDF-ൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരിക്കുന്നത് 303 വോട്ടാണ്. അപ്പോൾ UDF-ൻ്റെ ഭൂരിപക്ഷത്തിൽ നിന്നും 100 വോട്ട് കുറവിലാണ്. അതാണ് നിലമ്പൂരിലെ രാഷ്ട്രീയ മാറ്റം. ഇത് കെട്ടിവെച്ച കാശ് കിട്ടുമെന്നറിയില്ല. ഇത് നിലമ്പൂരിലെ മാത്രമല്ല, ഈ പറയുന്ന കേരളത്തിലെയും പ്രത്യേകിച്ച് മലബാറിൻ്റെയും ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം, അതിൻ്റെ ചൂണ്ടുപലകയാണ് ഇന്ന് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും. ഇപ്പോൾ തന്നെ ഒരു കാര്യം കൂടി, ഇന്ന് VS ജോയി ആരുടെയും മാധ്യമങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, എന്ത് വില കൊടുത്തും അൻവറിനെ സംരക്ഷിക്കും, ഞങ്ങളിനി തൊടാൻ അനുവദിക്കില്ല മറ്റാരെയുന്ന. അത് ഇവിടുത്തെ UDF-കാർക്കിടയിലും ഒരു കാലത്ത് അങ്ങേക്കോ എതിരെ നിന്നവർക്കിടയിലും അങ്ങേക്ക് ലഭിച്ച സ്വീകാര്യതയായിട്ട് കാണുന്നുണ്ട്. അല്ല, തീർച്ചയായിട്ടും അതിൽ സന്തോഷമുണ്ട്, സ്വാഭാവികമല്ലേ. നമ്മളിപ്പോൾ പോരാടുന്നത് UDF-ആണല്ലോ ഇവിടെ ഈ പിണറായി സത്തിനെതിരെ പോരാട്ടം നയിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു വ്യക്തി മാത്രമാണ്. ഇപ്പോൾ ഒരു ചെറിയ പ്രസ്ഥാനവും ആ നിലക്ക് അവരെ സ്വാഗതം ചെയ്യുമ്പോൾ സന്തോഷകരമാണ്. ഇത് തർക്കമൊന്നുമില്ല. കോട്ടയത്ത് നാളെ വാർത്താ സമ്മേളനം വിളിക്കാൻ കാരണം കോട്ടയത്തിലെ പ്രമുഖരായ ചില നേതാക്കന്മാർ തൃണമൂലുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ആ വിഷയങ്ങൾ അവിടെ കോട്ടയത്തിലും ആണ് അതിൽ പ്രാധാന്യമുള്ളത്. അത് നാളെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പ്രാധാന്യം. അല്ല, അതൊക്കെ നമുക്ക് നോക്കാമെന്നേ. CPM എന്നാണല്ലോ വരുന്നത്. CPM എന്നാണല്ലോ ഇപ്പോൾ ഈ ഇന്ന് പറഞ്ഞ ഈ 397 വോട്ട് കിട്ടിയത്. അപ്പോൾ ഓരോ സ്ഥലത്തും നടക്കുന്ന CPM വരും. പ്രവർത്തകർ ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ, പ്രത്യക്ഷത്തിൽ എവിടെയും കാണില്ല. ഭയപ്പെടുത്തി നിർത്തുകയാണ്. ഇപ്പോൾ ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ആ മൊത്തത്തിലുള്ള 28 സീറ്റ് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഈ പറയുന്ന കുടുംബശ്രീയിലെ സ്ത്രീകളെ, അതുപോലെയുള്ള മറ്റു എന്താ പറയുക സഹോദരിമാരെ, അവരൊക്കെ ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരം എത്ര ദിവസമായി സഹോദരിമാർ 7000 രൂപ അവർക്ക് ഹോണറേറിയം കിട്ടുമ്പോൾ 232 രൂപയാണ്. 232 രൂപ എങ്ങനെ ഒരു കുടുംബം അവിടെ ജീവിക്കും? അതിൽ ഒരു പ്രയാസമില്ല. അത് ഈ സർക്കാരിനെ വെല്ലുവിളിക്കാനുള്ള അനാവശ്യമായ സമരം ആരാ പറയുന്നത്? CIT-യുടെ വലിയ നേതാക്കന്മാർ. അപ്പുറത്തോ ഈ പറയുന്ന PSC അടക്കമുള്ള ഒരു പണിയുമില്ലാത്ത മെമ്പർമാർക്ക് 2.25 ലക്ഷം ശമ്പളം ഉണ്ടായിരുന്നത് 3.25 ലക്ഷം ശമ്പളം.